ഇറാൻ ഇസ്രായേൽ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇതിനകം ഞാൻ 3 വീഡിയോകൾ ചെയ്തിരുന്നു. 1 ബൈബിളിലെ ഇറാൻ, 2 ഇറാനിലെ ക്രൈസ്തവർ, 3 ഇറാനിലെ യഹൂദന്മാർ. ഈ പരമ്പരയിലെ 4ാമത്തെ വീഡിയോ ആണിത്. നിങ്ങൾക്കറിയാമോ, ഇസ്രായേൽ, ബാബിലോൺ, ഈജിപ്റ്റ് ഈ 3 രാജ്യങ്ങളെക്കുറിച്ച് ബൈബിളിൽ ധാരാളം പ്രവചനങ്ങളുണ്ട്. ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്താവുന്ന 4ാമത്തെ രാജ്യമാണ് ഇറാൻ, അല്ലെങ്കിൽ പഴയ പേർഷ്യ. ഇറാനുമായി ബന്ധപ്പെട്ട ബൈബിൾ പ്രവചനങ്ങളും അവയുടെ നിറവേറലും നമുക്കൊന്ന് പരിശോധിക്കാം. അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഹല്ലേലൂയ ന്യൂസ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഇത് ചെയ്യുക. സമകാലിക ലോകത്തെ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ബൈബിളും സഭാചരിത്രവും കോർത്തിണക്കിയ വിജ്ഞാനപ്രദമായ വീഡിയോകൾ ഈ ചാനലിലൂടെ നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം വാർത്താ വിശകലനങ്ങൾ, ക്രിസ്തീയ ലോകത്തെ സംഭവങ്ങൾ എന്നിവയെല്ലാം ഈ ചാനലിലുണ്ടായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇറാനെ ബൈബിളിൽ പേർഷ്യ, ഏലാം, മേദ്യ എന്നീ പേരുകളിലാണ് പരാമർശിച്ചിരിക്കുന്നത് എന്ന് ഓർത്തു വയ്ക്കുക. ഇനി പ്രവചനം 1, പേർഷ്യയുടെ ഉയർച്ചയും ലോകശക്തിയായി മാറുന്നതും. ദാനിയേൽ പ്രവാചകന് ഒരു ദർശനം ലഭിക്കുന്നു. അതിൽ 2 കൊമ്പുകളുള്ള ഒരു കൊറ്റനാടിനെ കാണുന്നു. ഈ കൊറ്റനാട് 4 ദിശകളിലേക്കും മുൻപോട്ട് പോകുന്നു. അതിനെ തടുക്കുവാൻ ആർക്കും കഴിയുന്നില്ല. ദാനിയേൽ 8:20 ഈ കൊറ്റനാട് മേദ്യ രാജാക്കന്മാരും പേർഷ്യൻ രാജാക്കന്മാരുമാണെന്ന് വിശദീകരിക്കുന്നുണ്ട്. ഇനി ഈ പ്രവചനത്തിൻ്റെ നിവൃത്തി, ഇത് പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ അസാധാരണമായ വളർച്ചയെയും ലോകത്തിലെ ഒരു പ്രബല ശക്തിയായി അത് മാറിയതിനെയും സൂചിപ്പിക്കുന്നു. ക്രിസ്തുവിന് മുൻപ് 6ാം നൂറ്റാണ്ടിൽ മഹാനായ സൈറസ് പേർഷ്യൻ സാമ്രാജ്യം സ്ഥാപിക്കുകയും ബാബിലോണിനെ കീഴടക്കുകയും ചെയ്തു. തുടർന്ന് ഈജിപ്ത്, ഏഷ്യ മൈനർ, ഗ്രീസ് വരെയുള്ള പ്രദേശങ്ങളിലേക്കെല്ലാം അവരുടെ സ്വാധീനം വ്യാപിപ്പിച്ചു. ബൈബിളിൽ ഈ കൊറ്റനാടിനെ 2 കൊമ്പുകൾ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ മേദ്യ പേർഷ്യ ശക്തികളെ പ്രതിനിധീകരിക്കുന്നുവെന്നും പ്രവാചക പഠിതാക്കൾ കരുതുന്നു. പ്രവചനം 2, ബാബിലോണിൻ്റെ പതനത്തിൽ പേർഷ്യയുടെ പങ്ക്. പ്രവചനം ഇതാണ്: ഞാൻ മേദ്യരെ അവർക്ക് വിരോധമായി ഉണർത്തും. അവർ വെള്ളിയെ കാര്യമാക്കുകയില്ല, പൊന്നിൽ അവർക്ക് താല്പര്യവുമില്ല. അവരുടെ വില്ലുകൾ യുവാക്കളെ തകർക്കുകയും ഗർഭബലത്തോട് അവർക്ക് കരുണ തോന്നുകയില്ല. പൈതങ്ങളെയും അവർ ആദരിക്കുകയില്ല. രാജ്യങ്ങളുടെ മഹത്വവും കൽദയരുടെ പ്രശംസാലങ്കാരവുമായ ബാബേൽ ദൈവം സോദോമിനെയും ഗോമോറയെയും മറിച്ചു കളഞ്ഞതുപോലെ ആയിത്തീരും. യെശയ്യാ പ്രവചനം 13ാം അധ്യായത്തിലാണ് ഈ വാക്യങ്ങളുള്ളത്. പ്രവചന നിവൃത്തി, ഈ പ്രഖ്യാപനം ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ പതനത്തെക്കുറിച്ചാണ്. പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായ സൈറസ് ക്രിസ്തുവിന് മുമ്പ് 539 ബാബിലോണിനെ കീഴടക്കി. സൈറസ് ഒരു പേർഷ്യക്കാരനായിരുന്നു. പേർഷ്യൻ സാമ്രാജ്യം മേദ്യൻ സാമ്രാജ്യവുമായി ചേർന്ന് രൂപപ്പെട്ടതാണ് മേദ്യ പേർഷ്യ സാമ്രാജ്യം. ഈ പ്രവചനം അക്ഷരാർത്ഥത്തിൽ തന്നെ നിറവേറി. പ്രവചനം 3, കോരേശ് രാജാവിനെ കുറിച്ചുള്ള പ്രവചനം. പ്രവചനം ഇതാണ്: കോരേശ് എൻ്റെ ഇടയൻ, അവൻ എൻ്റെ ഹിതമൊക്കെയും നിവർത്തിക്കും എന്നും യെരൂശലേം പണിയപ്പെടും, മന്ദിരത്തിന് അടിസ്ഥാനമിടുമെന്നും ഞാൻ കൽപ്പിക്കുന്നു. യെശയ്യാ പ്രവചനം 44ാം അധ്യായത്തിൻ്റെ 28ാം വാക്യം. പ്രവചന നിവൃത്തി ഇപ്രകാരമാണ്: യെശയ്യാവ് ഈ പ്രവചനം നടത്തിയത് കോരേശ് ജനിക്കുന്നതിന് ഏകദേശം 150 വർഷങ്ങൾക്ക് മുൻപാണ്. കോരേശ് എന്ന പേരുൾപ്പെടെ ഒരു പേർഷ്യൻ രാജാവ് യെരൂശലേം പുനർനിർമ്മിക്കുവാൻ അനുവദിക്കുമെന്ന് യെശയ്യാവ് പ്രവചിച്ചിരിക്കുന്നു. ക്രിസ്തുവിന് മുമ്പ് 538 കോരേശ് യഹൂദന്മാരെ ബാബിലോണിൽ അടിമത്യത്തിൽ നിന്ന് മോചിപ്പിക്കുകയും യെരൂശലേമിൽ ദേവാലയം പുനർനിർമ്മിക്കുവാൻ അവരെ അനുവദിക്കുകയും ചെയ്തു. പ്രവചന നിവൃത്തി, യെശയ്യാവ് ഈ പ്രവചനം നടത്തിയത് കോരേശ് രാജാവ് ജനിക്കുന്നതിന് ഏകദേശം 150 വർഷം മുമ്പാണ്. കോരേശ് എന്ന പേര് സഹിതം ഒരു പേർഷ്യൻ രാജാവ് യെരൂശലേം പുനർനിർമ്മിക്കുവാൻ അനുവദിക്കുമെന്ന് യെശയ്യാവ് പ്രവചിച്ചിരിക്കുകയാണ്. ക്രിസ്തുവിന് മുൻപ് 538 കോരേശ് യഹൂദന്മാരെ ബാബിലോണിയൻ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുകയും യെരൂശലേമിൽ ദേവാലയം പുനർനിർമ്മിക്കുവാൻ അവരെ അനുവദിക്കുകയും ചെയ്തു. ഇത് ബൈബിളിലെ ഏറ്റവും ശ്രദ്ധേയമായ പ്രവചനങ്ങളിലൊന്നാണ്. ഇനി പ്രവചനം 4, പേർഷ്യയുടെ സമ്പത്തും സ്വാധീനവും. യെഹെസ്കേൽ പ്രവചനം 38ാം അധ്യായത്തിലാണ് ഈ പ്രവചന ഭാഗമുള്ളത്. ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: സർവായുധം ധരിച്ച കുതിരച്ചേവകരെയും ഒട്ടൊഴിയാതെ വാളും പരിചയും പലകയും എടുത്ത് ഒരു മഹാസമൂഹത്തെയും അവരോടുകൂടെ ഒട്ടൊഴിയാതെ പരിചയും തലക്കോരുകയും ധരിച്ച പാർസികൾ, കൂശ്യർ, പൂത്യർ,
ഗോമർ എല്ലാ പടക്കൂട്ടങ്ങളെയും. പ്രവചന നിവൃത്തി എന്തെന്ന് ചോദിച്ചാൽ ഈ ഭാഗം ഭാവിയിൽ സംഭവിക്കാനിടയായുള്ള ഒരു യുദ്ധത്തെക്കുറിച്ചാണ് പ്രവചിക്കുന്നതെന്നാണ് പ്രവാചക പഠിതാക്കൾ പറയുന്നത്. ഗോഗ് എന്ന സൈനിക ശക്തി ഇസ്രായേലിനെതിരെ ഒരു വലിയ സംഘത്തെ നയിക്കും. ഈ കൂട്ടായ്മയിൽ പേർഷ്യ, ഇന്നത്തെ ആധുനിക ഇറാൻ, ഒരു പ്രധാന പങ്ക് വഹിക്കുമെന്നുള്ളതാണ് ഈ പ്രവചനം എന്നാണ് പറയുന്നത്. ഒരു വലിയ യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിനുള്ള സൈനിക ശേഷിയും സാമ്പത്തിക സ്വാധീനവുമൊക്കെ പേർഷ്യയ്ക്ക് ഉണ്ടാകുമെന്ന സൂചനയാണ് ഇതിൽ നമുക്ക് ലഭിക്കുന്നത്. പല പ്രവചന വ്യാഖ്യാതാക്കളും അതിനെ അന്ത്യകാല സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. പ്രവചനം 5, പേർഷ്യയുടെ ദീർഘകാല ഭരണം. ദാനിയേൽ പ്രവചനം 11-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: പാസി ദേശത്തെ ഇനി 3 രാജാക്കന്മാർ എഴുന്നേൽക്കും. 4-മത്തവൻ എല്ലാവരിലും അധികം ധനവാനായിരിക്കും. അവൻ ധനം കൊണ്ട് ശക്തിപ്പെട്ടു വരുമ്പോൾ എല്ലാവരെയും യവന രാജ്യത്തിനു നേരെ ഉദ്യോഗിപ്പിക്കും. പ്രവചന നിവൃത്തി പ്രകാരമാണ്. ഇത് പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ദീർഘകാല ഭരണത്തെ സൂചിപ്പിക്കുന്നതാണ്. ഈ 3 രാജാക്കന്മാർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത് സൈറസ് അഥവാ കോരശ്, രണ്ടാമത് കാംബിസസ് രണ്ടാമൻ, മൂന്നാമത് ദാര്യാവേശ് ഒന്നാമൻ. ഈ 3 പേരും കഴിഞ്ഞ് 4-മത്തെ സമ്പന്നനായ രാജാവ് മകനായ അഹശ്വേരോശ് ഒന്നാമനാണെന്നും പ്രവചന പഠിതാക്കൾ പറയുന്നു. ഈ അഹശ്വേരോശ് ഗ്രീസിനെതിരെ ഒരു വലിയ സൈനിക നീക്കം നടത്തുകയും അതിന് നേതൃത്വം നൽകുകയും ചെയ്തു. ഇത് പേർഷ്യയുടെ ശക്തിയെയും സമ്പത്തിൻ്റെയും ഒരു വലിയ കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്നതാണ്. ഇനി പ്രവചനം 6, ഗ്രീക്കുകാർ പേർഷ്യൻ സാമ്രാജ്യത്തെ തകർക്കുന്നു. ദാനിയേൽ 8-ാം അധ്യായത്തിലാണ് ഈ പ്രവചന ഭാഗമുള്ളത്. പ്രവചനം ഇതാണ്: ദാനിയേലിൻ്റെ ദർശനത്തിൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കോലാട്ടുകൊറ്റൻ പടിഞ്ഞാറ് നിന്നും നിലം തൊടാതെ സർവ്വഭൂതലത്തിലും കൂടി വന്നു. ആ കോലാട്ടുകൊറ്റന് കണ്ണുകളുടെ നടുവിൽ സവിശേഷമായൊരു കൊമ്പുണ്ടായിരുന്നു. അത് നദീതീരത്ത് നിൽക്കുന്നതായി ഞാൻ കണ്ട 2 കൊമ്പുള്ള ആട്ടുകൊറ്റൻ്റെ നേരെ ഉഗ്രക്രോധത്തോടെ പാഞ്ഞു ചെന്നു. അത് ആട്ടുകൊറ്റനോട് അടുക്കുന്നത് ഞാൻ കണ്ടു. അത് ആട്ടുകൊറ്റനോട് ക്രുദ്ധിച്ചു, അതിനെ ഇടിച്ചു, അതിൻ്റെ കൊമ്പ് രണ്ടും തകർത്ത് കളഞ്ഞു. പ്രവചന നിവൃത്തി ഇതാണ്: ഗ്രീസിലെ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കീഴിൽ ഗ്രീക്ക് സാമ്രാജ്യം പേർഷ്യൻ സാമ്രാജ്യത്തെ കീഴടക്കുന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ പ്രവചനമാണ് ഇതെന്ന് പ്രവചന വ്യാഖ്യാതാക്കൾ വെളിപ്പെടുത്തുന്നു. അലക്സാണ്ടർ ക്രിസ്തുവിന് മുമ്പ് 330കളിൽ പേർഷ്യയെ അതിവേഗം തകർത്ത് കളയുകയും പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ആ വലിയ പതനത്തെയാണ് ഈ പ്രവചനത്തിലൂടെ നിറവേറിയതായി വെളിപ്പെടുത്തപ്പെടുന്നത്. അലക്സാണ്ടർ ക്രിസ്തുവിന് മുമ്പ് 330കളിൽ പേർഷ്യയെ അതിവേഗം തകർത്തു. പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ പതനമാണ് ഈ വാക്യത്തിൽ നിറവേറിയത്. ഇനി പ്രവചനം 7, അന്ത്യകാല യുദ്ധത്തിൽ പേർഷ്യയുടെ പങ്ക്. യെഹെസ്കേൽ പ്രവചനം 38-5 ഈ ഭാഗമുള്ളത്. പ്രവചനം ഇതാണ്: നേരത്തെ സൂചിപ്പിച്ചതുപോലെ യെഹെസ്കേൽ 38 പേർഷ്യ ഒരു അവസാനകാല സഖ്യത്തിൻ്റെ ഭാഗമാകുമെന്ന് പറയുന്നു. പേർഷ്യ, എത്യോപ്യ, പൂത്ത് എന്നിവരും അവരോടൊപ്പം വരും. ഇനി ഈ പ്രവചനത്തിൻ്റെ നിവൃത്തി. ഈ പ്രവചനം പലപ്പോഴും ഭാവിയിൽ സംഭവിക്കാനുള്ള ഒരു മഹായുദ്ധത്തെക്കുറിച്ചുള്ള പ്രവചനമായി വ്യാഖ്യാനിക്കപ്പെടുന്നു. ഈ യുദ്ധത്തിൽ ഇസ്രായേലിനെതിരെ ഒരു കൂട്ടായ്മയുണ്ടാകും. അതിൽ ഇറാൻ ഒരു പ്രധാന പങ്ക് വഹിക്കും. ഇത് ഇറാനുമായുള്ള ആധുനിക രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി ബന്ധിപ്പിച്ച് പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ വാക്യങ്ങളുടെ പ്രവചന നിവൃത്തി സമീപിക്കുന്നു എന്നുള്ള ഒരു ചിന്ത പ്രവചന പഠിതാക്കൾക്കിടയിലുണ്ട്. പ്രവചനം 8, പേർഷ്യയുടെ പതനവും ശിക്ഷയും. യിരെമ്യാ പ്രവചനം 49-ാം അധ്യായത്തിലാണ്. പ്രവചനം ഇതാണ്: യഹോവയുടെ വചനം എലാമിനെ കുറിച്ച് യിരെമ്യാ പ്രവാചകന് ലഭിച്ചു. ഇതാ, ഞാൻ എലാമിൻ്റെ വില്ലിൻ്റെ പ്രധാന ശക്തിയെ തകർക്കും. ഞാൻ എലാമിൻ്റെ മേൽ വിപത്ത് വരുത്തും, എൻ്റെ ഉഗ്രകോപം വരുത്തും. എന്നാൽ അവസാന കാലത്ത് ഞാൻ എലാമിൻ്റെ ഭാഗതയും മാറ്റും. പ്രവചനത്തിൻ്റെ നിവൃത്തി ഇതാണ്: എലാം എന്ന് പറയുന്നത് നേരത്തെ ഞാൻ ഓർപ്പിച്ചതുപോലെ ആധുനിക ഇറാനിലെ ഒരു പ്രദേശം മാത്രമാണ്. അപ്പോൾ എലാം എന്നുള്ള പേര് ഇറാനെ മൊത്തമായി കണക്കാക്കി തന്നെയാണ് പ്രവചന പഠിതാക്കൾ പറയുന്നത്. ഇറാനെ ശിക്ഷിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു പ്രവചനമാണിത്. എലാം ഒരു ശക്തമായ വില്ലാളികളുടെ രാജ്യമായിരുന്നു. ദൈവം അവരുടെ സൈനിക ശക്തിയെ തകർക്കുമെന്നും അവരെ ചിതറിക്കുമെന്നും പ്രവചിക്കുന്നു. എന്നാൽ അതോടൊപ്പം പറയുകയാണ്, പ്രവചനത്തിൻ്റെ അവസാന ഭാഗത്ത് ഞാൻ എലാമിൻ്റെ ഭാഗതയും മാറ്റും.
ഇത് ഭാവിയിൽ എലാമിനൊരു പുനഃസ്ഥാപനം ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ ആ പ്രദേശത്തൊരു പുതിയ തുടക്കമുണ്ടാകുമെന്നോ സൂചിപ്പിക്കുന്നതായിരിക്കാം. ഇറാനിയൻ ചരിത്രത്തിലെ ഉയർച്ച താഴ്ചകളെയും ഭാവിയിലെ അതിൻ്റെ പൊസിഷനെയും ഒക്കെ സംബന്ധിച്ചുള്ള ഒരു സൂചനയായി ഇതിനെ കാണാനും സാധിക്കും. മനുഷ്യരുടെ രാജ്യത്വങ്ങളെ തുടച്ചു മാറ്റുന്ന ഒരു പുതിയ രാജ്യം വരുന്നു. ദാനിയേൽ പ്രവചനം 2:44 ഇതിൻ്റെ അടിസ്ഥാനം. പ്രവചനം ഇതാണ്: നെബൂഖദ്നേസറിന് ലഭിച്ച ഒരു സ്വപ്നത്തിൽ ഒരു വലിയ പ്രതിമയെക്കുറിച്ച് പറയുന്നു. അതിൻ്റെ തല തങ്കം കൊണ്ടും നെഞ്ചും കൈകളും വെള്ളി കൊണ്ടുമായിരുന്നു. ഈ ഭാഗമാണ് പേർഷ്യൻ സാമ്രാജ്യത്തെ സൂചിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കാം. അങ്ങനെ വരുമ്പോൾ സാമ്രാജ്യങ്ങളെ എല്ലാം തകർത്ത് കൈ തൊടാതെ പറന്നു വരുന്ന ഒരു കല്ല് അത് പ്രതിമയെ തകർക്കുകയും ഭൂമിയെ മുഴുവൻ നിറയ്ക്കുകയും ചെയ്യും. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിലെ ഈ പ്രവചനത്തിൻ്റെ നിവൃത്തി ലോകത്തിലെ വലിയ സാമ്രാജ്യങ്ങളുടെ, അതായത് 4 പ്രധാന സാമ്രാജ്യങ്ങൾ, ബാബിലോൺ, പേർഷ്യ, ഗ്രീസ്, റോം, ഈ 4 സാമ്രാജ്യങ്ങളുടെയും തകർച്ചയെക്കുറിച്ചാണ് ഈ പ്രവചനം എന്ന് മനസ്സിലാക്കണം. പേർഷ്യൻ സാമ്രാജ്യം ഈ പരമ്പരയിലെ ഒരു പ്രധാന കണ്ണിയായിരുന്നു. അതാണ് വെള്ളി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഭാഗമായി പ്രവാചകൻ കാണുന്നത്. ഈ മനുഷ്യ സാമ്രാജ്യങ്ങളെല്ലാം താൽക്കാലികമാണെന്നും ഒടുവിൽ ദൈവം സ്ഥാപിക്കുന്ന ഒരു ശാശ്വത രാജ്യത്താൽ അവയെല്ലാം മാറ്റി സ്ഥാപിക്കപ്പെടുമെന്നും പ്രവാചകൻ പറയുകയാണ്. പേർഷ്യ ഒരു ലോകശക്തി എന്ന നിലയിൽ ഈ വലിയ പ്രവചന പദ്ധതിയുടെ ഭാഗമായിരുന്നു എന്ന് മാത്രം മനസ്സിലാക്കുക. ഈ പ്രവചനങ്ങൾ ഇറാനിയൻ ചരിത്രത്തെയും ലോക ചരിത്രത്തെയും ഇസ്രായേലിൻ്റെ ചരിത്രത്തെയും ഒക്കെ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന പ്രവചനങ്ങളാണ് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ പ്രവചനങ്ങൾ ഇങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. പ്രവചന വ്യാഖ്യാതാക്കൾ അവർക്ക് ബോധ്യമായ കാര്യങ്ങളാണ് വ്യാഖ്യാനിക്കുന്നത്. ആ വ്യാഖ്യാനങ്ങളെല്ലാം 100% ശരിയായിക്കൊള്ളണമെന്നില്ല. എന്നാൽ ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ, സംഭവിച്ച കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വേദപുസ്തകത്തിലെ ഒട്ടുമിക്ക പ്രവചനങ്ങളും ഇതിനകം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ സംഭവിക്കാനുള്ള പ്രവചനങ്ങളും ഈ കൂട്ടത്തിൽ ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ അത് ലോകത്തിൻ്റെ ഗതിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് ബൈബിൾ പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ പ്രാധാന്യത്തോടെ, ശ്രദ്ധയോടെ നോക്കി പാർക്കുന്ന കാര്യമാണ്. പ്രധാനമായും ഈ ലോകത്തിൻ്റെ അവസാനത്തിലേക്ക് ലോകം എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ചിന്ത പൊതുവെ ക്രൈസ്തവ ലോകത്ത് വ്യാപകമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ബൈബിൾ പ്രവചനങ്ങളെ ബന്ധിപ്പിച്ചുള്ള പഠനങ്ങൾ വലിയ പ്രാധാന്യത്തോടുകൂടിയാണ് ജനങ്ങൾ കാണുന്നത്. ഇറാനുമായി ബന്ധപ്പെട്ട ഈ പ്രവചനങ്ങളും ആ നിലയിൽ നമുക്ക് പഠിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇറാനുമായി ബന്ധപ്പെട്ട ഈ 4ാമത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമായോ? അവർക്കൊരു ജീവിത പങ്കാളിയെ അന്വേഷിച്ചു തുടങ്ങിയോ? നിങ്ങളെ സഹായിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. ഹാലലുയ മാട്രിമോണിയൽ ഏറ്റവും വിശ്വസ്തമായും ഏറ്റവും പെട്ടെന്നും നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ ദൈവഹിതപ്രകാരമുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. എന്താണ് ഹാലലിയ മാട്രിമോണിയലിൻ്റെ പ്രത്യേകത? ഹാലലിയായിക്ക് എല്ലാ ദിവസവും 10-15 വാർത്തകൾ വരെ പ്രസിദ്ധീകരിക്കുന്ന ഒരു ഓൺലൈൻ സംവിധാനമുണ്ട്. ആ വാർത്തകളോട് കൂടെ നിങ്ങളുടെ മക്കളുടെ വിവാഹ പരസ്യം കൂടെ ഉൾപ്പെടുത്തുവാൻ സാധിക്കും. അങ്ങനെ ഇത് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരുന്നു. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ആലോചനകൾ തിരഞ്ഞെടുക്കത്തക്ക നിലയിൽ ധാരാളം ഫോൺ കോളുകൾ നിങ്ങൾക്ക് ലഭിക്കും. 2ാമത്തെ കാര്യം, ഹാലലിയായിക്ക് കഴിഞ്ഞ 30 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രിൻ്റ് എഡിഷനുണ്ട്. എല്ലാ മാസവും 1-ാം തീയതിയും 15-ാം തീയതിയും ഹാലലിയ പത്രം പുറത്തിറങ്ങുന്നു. ആയിരക്കണക്കിന് വരിക്കാരിലേക്ക് അതെത്തുന്നു. ഈ പത്രത്തിലും ഈ മാട്രിമോണിയൽ പരസ്യം ഞങ്ങൾ ഉൾപ്പെടുത്തുന്നു. ഈ 2 സംവിധാനത്തിലൂടെ 10,000ങ്ങളിലേക്ക് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എത്തിച്ചേരുമ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അനുയോജ്യമായ ആലോചനകൾ ലഭിക്കുന്നു. ദൂരെ എങ്ങും പോകണ്ട. നിങ്ങൾ ഇതോടൊപ്പമുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ മക്കളുടെ പ്രൊഫൈലും ഫോട്ടോയും അയച്ചു തരിക. ഇന്ന് തന്നെ ഇതിൽ രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കും. വളരെ കുറഞ്ഞ ചെലവിൽ നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ വിവാഹാലോചന കണ്ടെത്തുവാൻ സാധിക്കും. അത് കേരളത്തിൽ മാത്രമല്ല, ലോകമെങ്ങുമുള്ളവർക്ക് ഈ സംവിധാനം ഉപയോഗിക്കാവുന്നതാണ്.